മാംഗല്യം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. അപ്പോഴും മോളെ ഒന്ന് കാണാൻ വേണ്ടി അവന്റെ മനസ്സ് വല്ലാതെ വെമ്പി. അത് അറിഞ്ഞെന്ന പോലെ മണിക്കുട്ടി അവന്റെ കൈവള്ളിയിൽ ഒന്ന് ചുറ്റിപ്പിടിച്ചു. മാമൻ പറഞ്ഞത് ശരിയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നേരെ മോളെ പോയി എടുക്കുക എന്ന് വെച്ചാൽ അത് വേണ്ട, എടുക്കേണ്ട. ഇത്തിരി ഒന്ന് കുറവായി കഴിഞ്ഞാൽ ഞാൻ തന്നെ പോയി എടുത്തുകൊണ്ട് വരാൻ പൊന്നിനെ. അതുപോരെ. താൻ പറയുന്നത് അവൻ ഇഷ്ടമാകുമോ എന്നുള്ള ഭയത്തോടെയുള്ള ആ പെണ്ണിന്റെ സംസാരം കേട്ടതും ഹരിക്ക് അവളോട് പാവം തോന്നി. ഇതിനു മുന്നേ കുഞ്ഞിനെ പറ്റിയുള്ള സംസാരങ്ങളിൽ പലപ്പോഴും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും താൻ അവളോട് ചാടിക്കടിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാകും ഇപ്പോ അവൾ ഇത്രയും പേടിയോടെ തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നോർക്കെ അവന് തന്റെ ഇന്നലകളെ ഓർത്ത് വല്ലാത്ത ദേഷ്യം തോന്നി. നന്ദേട്ടാ, അത് പോരേ. അല്ലെങ്കിൽ നന്ദേട്ടൻ കുളിക്കുന്ന നേരം കൊണ്ട് ഞാൻ പോയി. ബാക്കി എന്തെങ്കിലും അവളെ പറയാൻ സമ്മതിക്കാതെ അവളുടെ കൈത്തണ്ടയിൽ അവനൊന്ന് അമർത്തി പിടിച്ചു. വേണ്ട കണ്ണേ, പോയി കുളിച്ചിട്ട് മരുന്ന് കഴിച്ച് ഒന്ന് കിടക്കാം. ഒരല്പം ആശ്വാസമായി കഴിഞ്ഞിട്ട് മോളെ കാണാം. അല്ലെങ്കിൽ കുഞ്ഞിന്റെ വയ്യാഴിക വീണ്ടും കൂടില്ലേ. അതെന്തായാലും തൽക്കാലം വേണ്ടടി. എല്ലാവരും പറഞ്ഞത് താൻ സമ്മതിച്ചു എന്ന മട്ടിലുള്ള അവന്റെ സംസാരം കേട്ടതും ഏറ്റവും അധികം ഞെട്ടിയത് മാഷായിരുന്നു. കാരണം ഇവരൊക്കെ മോളെ ഇപ്പോൾ കാണേണ്ടെന്ന് അവനോട് പറയുമ്പോൾ അവന്റെ സ്വഭാവത്തിന് അതൊന്നും കേൾക്കില്ലെന്ന് തന്നെയാണ് മാഷ് കരുതിയത്. പക്ഷെ ഇപ്പോൾ ശ്രീധരനും മണിക്കുട്ടിയും പറയുന്നത് അത്രയും കാര്യഗൗരവത്തോടെ കേൾക്കുന്നവനെ തെല്ലൊരു അത്ഭുതത്തോടെയാണ് മാഷ് നോക്കിയത്. കാരണം മറ്റെല്ലാ കാര്യത്തിലും വിവേകത്തോടെ പെരുമാറുന്നവൻ മോളുടെ കാര്യം വരുമ്പോൾ മാത്രം വല്ലാതെ വൈകാരികമായിട്ടാണ് പെരുമാറാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണമായിരുന്നില്ല മാഷ് പ്രതീക്ഷിച്ചത്. എന്തായാലും മോളെ പ്രതി അവൻ നല്ലൊരു തീരുമാനമാണ് എടുത്തതെന്നുള്ളത് കൊണ്ട് തന്നെ അവനോട് മറ്റൊരു ചോദ്യത്തിനോ പറച്ചിലോ നിൽക്കാതെ മാഷ് കാറിൽ നിന്നും അകന്നു മാറി. അപ്പോഴേക്കും ആൽബി വണ്ടി വീട്ടുമുറ്റത്തേക്ക് തിരിച്ചിട്ടിരുന്നു. മുറ്റത്ത് ഒതുക്കി അകത്തേക്ക് കയറിയതും മണിക്കുട്ടി ഓടിപ്പോയി വീടിന്റെ വാതിൽ തുറന്നു. വാതില് തുറന്നപ്പോൾ തന്നെ ചന്ദനത്തിരിയുടെ മണമാണ് കിട്ടിയത്. ആ അന്തരീക്ഷത്തെ ആകെ മൊത്തം പുനരുജ്ജീവിപ്പിക്കുന്ന പോലെ എന്തോ ഒരു മാന്ത്രികം അതിലുണ്ടായിരുന്നു. മാഷ് രാവിലെ തന്നെ അവിടെ വന്ന് വീട് മുഴുവൻ ക്ലീൻ ചെയ്തു എന്നത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഹരി മെല്ലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആൽബി വന്നവനെ കയ്യിൽ പിടിച്ചിറങ്ങാൻ സഹായിച്ചു. എനിക്ക് അത്രയ്ക്ക് ആവശ്യതയൊന്നും ഇല്ലടാ, ഞാൻ നടന്നോളാം. ഒരു നറു പുഞ്ചിരിയായിരുന്നു അവനിൽ. എന്നാലും വേണ്ട, ഒരു പനിക്കാരനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ വെച്ചോ അവനെ ഒന്ന് ശരിക്കും നോക്കാൻ പറ്റിയില്ല. എങ്കിൽ പിന്നെ വീട്ടിലെ പടി കയറാനെങ്കിലും സഹായിക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്നലെ അവിടെ വന്നതിന് എന്തേലും പ്രയോജനം ഉണ്ടോടാ? തെല്ലൊരു ആത്മനിന്ദയോടെ എന്നാൽ സ്വയം കളയാക്കിക്കൊണ്ടവൻ ഹരിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നതും മണിക്കുട്ടി ഓടിക്കൊണ്ടുവന്ന് ഇപ്പുറത്തെ ഭാഗത്തു നിന്നും പിടിച്ചു. അത് കണ്ടതും ആൽബി ഹരിയും ഒരുപോലെ അവളെ നോക്കി ചിരിച്ചുപോയി. എന്റെ കണ്ണേ, ഇങ്ങനെ രണ്ടുപേരെ താങ്ങാൻ പാകത്തിലുള്ള അസുഖമൊന്നും എനിക്ക് ഇല്ലടി. നിങ്ങളുടെ രണ്ടിനെയും ഭാവം കണ്ടാൽ തോന്നുമല്ലോ എനിക്കെന്തോ വലിയ വയ്യാഴികയാണെന്ന്. നന്ദേട്ടാ, നന്ദേട്ടനോടല്ലേ പറഞ്ഞത് ആവശ്യമില്ലാത്തൊന്നും പറയരുന്ന്. വീണ്ടും അവന്റെ വർത്തമാനം കേട്ടതും മണിക്കുട്ടി ടെററായി. ഓ, ഞാനൊന്നും പറഞ്ഞില്ലപ്പി. നീ ഇനി ഇതിന്റെ വാലിൽ കയറി പിടിക്കല്ലേ കൊച്ചേ. ഒരു തമാശ പോലെ പറഞ്ഞുകൊണ്ട് ഹരി ആൽബിയുടെ കയ്യും പിടിച്ച് മുറിയിലേക്ക് കയറി. അതെ, നിങ്ങൾ അകത്തോട്ടിരിക്കുക. അപ്പോഴേക്ക് ഞാൻ ചായ എടുക്കാം. മണിക്കുട്ടി നേരെ അടുക്കളയിലേക്ക് നടന്നു. ഈ പെണ്ണിന് നടന്നു പോകാൻ അറിയില്ലേടാ? അവളുടെ ഓട്ടം കണ്ട് ആൽബി ആത്മകഥം പോലെ ചോദിച്ചതും ഹരി അവള് പോയ വഴിയെ നോക്കി ഒന്ന് ചിരിച്ചു. ഹരി, തമാശയല്ല കേട്ടോ. ആന്റിബയോട്ടിക്കുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ നീ വൃത്തിയായി നോക്കിയാലേ ഈ പനി മാറുകയുള്ളൂ. അറിയാലോ ഇപ്പോഴത്തെ പനിയുടെ ഓരോരോ കാര്യങ്ങൾ. നീ കൃത്യമായി ഇതൊന്നും നോക്കിയില്ലെങ്കിൽ ഇനി ആ പനി വരാൻ പോകുന്നത് അകത്തേക്കിപ്പോൾ ഓടിക്കയറിപ്പോയ ആ പെണ്ണിനാണ്. അതുകൊണ്ട് അവളെ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടെന്നുണ്ടെങ്കിൽ അവൾ പറയുന്ന പോലൊക്കെ നീ അനുസരിച്ചേക്കണം. വീണ്ടും ആൽബി അത് ഊന്നി പറഞ്ഞതും ഹരി അവനെ ഒന്ന് നോക്കി. നീ ഇങ്ങനെ എന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. മാഷ് പറഞ്ഞ് നിന്റെ കുറെ സ്വഭാവങ്ങളൊക്കെ എനിക്കറിയാം. പാനി വന്ന നീ മഹാ മോശക്കാരനാണെന്നാണ് മാഷ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ആ പെങ്കൊച്ചിന്റെ നേരെ കാണിക്കല്ലേടാ. അറിയാലോ, നിന്റെ മുഖമൊന്ന് മാറിയാൽ പോലും സഹിക്കാൻ കഴിയാത്തവളാണ്. അങ്ങനെയുള്ളവളോട് നീ എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞാൽ പെണ്ണത് താങ്ങില്ല. ഒപ്പം നിന്റെ ദേഷ്യമത്രയും ഇനി വയ്യാഴിയെ കൂട്ടിയിട്ടാകുമോ എന്നുള്ള ടെൻഷനിൽ പെണ്ണ് പലതും ചിന്തിച്ചു കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും സ്നേഹത്തോടെയും കാര്യത്തോടെയും വേണം നീ ആ പെങ്കൊച്ചിന്റെ അടുത്ത് നിൽക്കാൻ. അല്ലാതെ പഴയ ആ അളിഞ്ഞ സ്വഭാവം ഒന്നും കാണിച്ചേക്കല്ല്. കേട്ടോടാ? ആൽബി അവനെ ഉപദേശിക്കും പോലെ അങ്ങനെ പറയുന്ന കേട്ടതും ഹരി അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇല്ലടാ, ഞാൻ അവളോട് വെറുതെ പോലും വഴക്കിന് പോവില്ല. നിനക്കോ അച്ഛനോ അതാണ് പേടിയെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലടാ. പറഞ്ഞുകൊണ്ട് ഹരി മെല്ലെ കട്ടിലേക്ക് കിടന്നു. എടാ, നിനക്ക് കുളിക്കണ്ടേടാ? ആൽബി ചോദിച്ചു. വേണമെടാ, വല്ലാത്തൊരു ക്ഷീണം. ഇച്ചിരി കഴിഞ്ഞിട്ട് കുളിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ആ ഗീസർ ഒന്ന് ഓണാക്കിയിട്ടേരെ. അപ്പോഴേക്കും മണിക്കുട്ടി 2 കപ്പുമായി ചായ എത്തിയിരുന്നു.
നീ എന്താടി റോബോട്ടാണോ? കയ്യിലേക്ക് ചായ വാങ്ങിക്കൊണ്ട് ആൽബി കളിയാക്കി. ഞാൻ എന്താണെന്ന് സമയം പോലെ മെമ്പർക്ക് പറഞ്ഞു തരാം. ഇപ്പോ എന്റെ മെമ്പർ ഇതും കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ നോക്ക്. എന്നിട്ട് ഇന്നൊരു ദിവസം ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് പഞ്ചായത്തിലേക്ക് പോയാൽ മതി. ഏ, നീ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്കുവാണോടി? അവളുടെ പറച്ചിൽ കേട്ടതും ആൽബി കൂർപ്പിച്ച കണ്ണാലെ ഒന്ന് നോക്കി. ആ, അത് ശരിയാ. ആൽബിച്ചൻ ഒരു കാര്യം ചെയ്. ഇവിടെ ഹരിയേണ്ട ഡ്രസ്സ് ഉണ്ടാവും. കുളിച്ചിട്ടിരിക്കുമ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഹാരം എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഹരിയേട്ടനൊന്ന് മയങ്ങ്. അതുപോലെ തന്നെ ആൽബിച്ചൻ അപ്പുറത്തെ മുറിയിൽ പോയി കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുക. പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ ആ ഫോൺ എന്റെ കയ്യിൽ തന്നേക്കണം. ഞാനത് സൈലന്റ് ചെയ്ത് വെച്ചേക്കാം കുറച്ചു നേരം. എഴുന്നേൽക്കുമ്പോൾ തിരിച്ചു വിളിച്ചാൽ മതി. മനുഷ്യന്മാർ രാവും പകലും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പണിയെടുക്കുവോ? മണിക്കുട്ടി സ്നേഹത്തോടെ തന്നെ അവനോട് പരിഭവിച്ചു. നിങ്ങൾക്കാണെങ്കിൽ ഉറക്കമില്ലാത്തതിന്റെ ക്ഷീണം ആ മുഖത്തു നിന്ന് തന്നെ അറിയാ ആൽബിച്ച. അതെ, അവനവൻ നന്നായിരുന്നാലേ നാട്ടുകാരെ പരിപോഷിപ്പിക്കാൻ പറ്റും. അല്ലാതെ നാട്ടുകാരെ നന്നാക്കിയിട്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് സ്വന്തം കാര്യം കൂടി നോക്കാൻ പഠിക്കും മനുഷ്യ. ഒരു വായിൽ തന്നെ ആൽബിയെ ഒരു കൂട്ടം ചീത്ത പറഞ്ഞുകൊണ്ട് മണിക്കുട്ടി നിന്നതും ഹരി അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. ഹരിയേട്ടാ, വയ്യാണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെ കിടന്ന് ഒച്ചയെടുക്കുന്നത്? അടുത്ത പങ്ക് ഹരിക്കുള്ളതായിരുന്നു. അത് കേട്ടതും ആൽബിക്കും അല്പസ്വല്പം സമാധാനമായി. അവനും തിരിച്ച് കളിയാക്കാൻ തുടങ്ങിയതോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ രണ്ടുപേരുടെ നോട്ടം ഒരുപോലെ മണിക്കുട്ടിയിലേക്കെത്തി. അതെ, കൂട്ടുകാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കണ്ണും നോക്കിയിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഹരിയേട്ടന് കുളിക്കണ്ടേ ഹരിയേട്ടാ? വേഗം അകത്തേക്ക് പോയി ചെന്നേ. മേലൊന്ന് കഴുകണം മണിക്കുട്ടി. അവൻ പറഞ്ഞതും മണിക്കുട്ടി അവന്റെ കയ്യിൽ പിടിച്ചു. അതെ, നീ എന്നെ കുളിപ്പിക്കാൻ പാകത്തിലുള്ള അവശതയൊന്നും എനിക്കില്ല. അവൻ കളിയോടെ പറഞ്ഞതും പെണ്ണങ്ങ് വല്ലാതായി. ഒരിക്കലും ആൽബിയുടെ മുന്നിൽ വെച്ച് അവൻ അങ്ങനെ കയറി പറയുമെന്ന് വിചാരിക്കാത്തത് കൊണ്ട് തന്നെ അവന്റെ സംസാരം അവളെ വല്ലാതെ ലജ്ജിപ്പിച്ചു. പെണ്ണിന്റെ ആകെ ചുവന്ന മുഖം കണ്ടപ്പോഴാണ് താനെന്താണ് പറഞ്ഞതെന്ന് ഹരി ഓർക്കുന്നത്. അതേസമയം വളരെ കാഷ്വലായി രണ്ടുപേരും പറയുന്ന സംസാരമായിട്ട് തോന്നിയതുകൊണ്ടാകും ഈ പറയുന്ന ഭാവങ്ങളൊന്നും ആൽബിയുടെ മുഖത്തുണ്ടായിരുന്നില്ല. ഞാൻ അതൊന്നുമല്ല, ഹരിയേട്ടന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ കയ്യില് പിടിക്കാന്ന് അത്രേ ഞാൻ കരുതിയുള്ളൂ. ആൽബി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതിയെന്നുള്ള ആ ചിന്തയിൽ അവൾ പറഞ്ഞതും ഹരി ഒന്ന് തലകുലുക്കി. അതൊന്നും തൽക്കാലം വേണ്ട. എനിക്കിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു ഇത്തിരി നേരം എഴുന്നിട്ട് മേല് കഴിക്കോളാം. നീ ഒരു കാര്യം ചെയ്, അടുക്കളയിലേക്ക് പോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അച്ഛനെ വിട്ട് രാവിലത്തേക്ക് കഴിപ്പിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാം. നീയും ഇന്നലെ രാത്രി മുഴുവനും ഉറക്കം ഒഴിച്ച് നിൽക്കുമായിരുന്നില്ലേ? നീയും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും കിടന്നുറങ്ങാമല്ലോ. ഹരി തന്റെ അഭിപ്രായം പറഞ്ഞതും ആൽബി അത് ശരിവെച്ചു. അപ്പോഴേക്കും ഹരി അച്ഛനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. അയ്യോ, അതൊന്നും വേണ്ട. ഫ്രിഡ്ജിൽ ദോശമാവ് ഇരിപ്പുണ്ട്. 3-4 ദോശ ഉണ്ടാക്കാൻ എത്ര സമയം വേണം? അത് കഴിയുമ്പോൾ ഞാനങ്ങ് വിശ്രമിച്ചോളാന്നേ. പൊടി, ആദ്യം നീ 3-4 ദോശ ഉണ്ടാക്കാൻ വേണ്ടി അകത്ത് കയറും. പിന്നെ അത് ചോറ് വെക്കുന്നതിലോട്ടാകും, കറി വെക്കുന്നതിലാകും. നീ പിന്നെ ഉച്ച കഴിയാതെ അടുക്കളയിൽ നിന്ന് ഇറങ്ങില്ല. അതുകൊണ്ട് തൽക്കാലം ഇന്ന് അതൊന്നും വേണ്ട. 1-2 നേരം പുറത്തുനിന്ന് കഴിച്ചെന്ന് വെച്ചിട്ട് ആർക്കും ഒന്നും വരാനില്ല. തീരുമാനം പോലെ ഹരി പറയുന്ന നേരത്താണ് മാഷ് കയ്യിൽ ഒരു കാസറോളുമായി അങ്ങോട്ട് വന്നത്. ആഹാ, വന്നിട്ടാരും ഫ്രഷ് ആയില്ലേ? ദേ, ഇഡലിയും ചമ്മന്തിയും സീത തന്നുവിട്ടിട്ടുണ്ട്. എല്ലാരും കുളിച്ചാൽ ഇത് കഴിക്കാമായിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് 3 പേരും സ്വസ്ഥമായിട്ട് കയറിക്കിടന്നൊന്ന് ഉറങ്ങ. മണിക്കുട്ടി, നിന്നോട് ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടെന്നാണ് സീത പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവിടുന്ന് കൊണ്ടുവരാമെന്ന്. അത് കേട്ടതും ഹരിയും ആൽബിയും പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു. അച്ഛാ, അതൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. മണിക്കുട്ടിക്ക് എന്തോ വല്ലായ്മ തോന്നിയതും ഹരി അതിനെ എതിർത്തു. അതൊന്നും കുഴപ്പമില്ല അച്ഛാ. ഇന്ന് ഉച്ചയ്ക്ക് സീതമ്മയുടെ ഫുഡ് കഴിക്കാം. അവൾ ഇന്ന് അടുക്കളയിൽ കയറില്ല. തീരുമാനം പോലെ ഹരി അവളെ നോക്കി ഒന്ന് കണ്ണു കുറിപ്പിച്ചു. അവന്റെ മുഖം മാറിയെന്ന് കണ്ടതും പെണ്ണും പിന്നെ മറ്റൊന്നും പറയാൻ നിന്നില്ല. അവർ 3 പേരും ഫ്രഷ് ആവാൻ പോകുന്ന നേരം കൊണ്ട് മാഷ് കഴിക്കാൻ വന്നതെല്ലാം എടുത്തു വെച്ചു. ആദ്യം ഡ്രസ്സ് മാറി വന്നത് ആൽബിയായിരുന്നു. അവൻ വന്ന് ടേബിളിൽ ഇരുന്നതും മണിക്കുട്ടിയും എത്തി. ഹരി വന്നില്ല ഇതുവരെ? മാഷ് ചോദിച്ചതും മണിക്കുട്ടിയുടെ നേരം നോട്ടം അവന്റെ മുറിയിലേക്ക് പോയി. ഞാൻ വിളിച്ചിട്ട് വരാ അച്ഛാ, പറഞ്ഞുകൊണ്ട് പെണ്ണ് അവന്റെ റൂമിലേക്ക് ഓടി. അപ്പോ അടുത്ത ഭാഗവുമായിട്ട് നാളെ കാണാം. ശരീരം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതാ 1-2 ദിവസം വീണ്ടും മുടക്കം വന്നത്. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.